പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്. പശുവിനെ കുറിച്ച് ഏറ്റവും സെറ്റ് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എനിക്കൊരു സംശയം. എന്താണ്? സംശയമല്ല, അറിയാനുള്ള ആഗ്രഹം. ആഗ്രഹം കൊണ്ട് ചോദിച്ചോളൂ. ഈ പശു പ്രസവിക്കുന്ന കണ്ടിട്ടില്ല? ഇല്ല, അതെങ്ങനെയാണെന്ന് കോമഡിയാണോ ചിരിക്കുന്നത്? അല്ല, അത് എത്ര ലാഘവത്തോടെ ഞാൻ കാണുന്നു എന്നുള്ളതാണ് ആ ചിരിയിൽ നീ മനസ്സിലാക്കേണ്ടത്. ഒന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് പ്രസവം കണ്ട ആളാണ്. ഈ പശു പ്രസവിക്കുമ്പോൾ ആദ്യം പശുക്കിടാവിന്റെ തലയാണ് പുറത്തേക്ക് വരുന്നത്. തല പുറത്തേക്ക് വരും. കേട്ടോ കേട്ടോ. അത് കഴിഞ്ഞ് കൈ പുറത്തേക്ക് വരും. കൈ പുറത്തേക്ക് വരും. അത് കഴിഞ്ഞ് ഉടല് പുറത്തേക്ക് വരും. അതിനുശേഷം കാല് പുറത്തേക്ക് വരും. പിന്നെയാണ് വാല് പുറത്തേക്ക് വരുന്നത്. പ്ലക്ക് എന്നും പറഞ്ഞു വരും. ആണല്ലേ? ഇതെല്ലാം കൂടെ ഒന്നിപ്പിക്കുന്നപ്പോഴാണ് തലയും വാലും കാലും എല്ലാം കൂടെ ഒന്നിപ്പിക്കണം. അങ്ങനല്ലേ? അറിഞ്ഞൂടാ. തലയും വാലും എല്ലാം ഒന്നിച്ചല്ലേ വരുന്നത്. പിന്നെ എന്തോ യന്ത്രമാണോ വരുന്നത്? പിന്നെ പറഞ്ഞാ പോലെ ഒറ്റ പ്രസവം ഘട്ടം ഘട്ടം ഇൻസ്റ്റാൾമെന്റ്. അതെ ഡോക്ടർ, എനിക്ക് ഏറ്റവും വലിയ സംശയം, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്താണ്? നമുക്ക് പശു പാല് തരുന്നു. തരുന്നുണ്ട്. ഈ പാൽപ്പൊടി എങ്ങനെ പശു തരുന്നു? എനിക്കത് ഡൗട്ടാണ്. പാൽപ്പൊടി പശു തരില്ലേ? പാൽപ്പൊടി പശുവാണോ? അറിഞ്ഞൂടെ? ഏറ്റവും കാര്യം പാൽപ്പൊടി പശുവാണ് തരുന്നത്. പശുവാണ് തരുന്നത്. അതായത് നമ്മൾ ഈ പശു നമുക്ക് പാല് തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാടിയും പിണ്ണാക്കും എല്ലാം കൊടുക്കണം. എല്ലാം കൊടുക്കണം. എടുത്താലേ പാല് തരുള്ളൂ. അപ്പൊ ഒരാഴ്ച ഇതൊന്നും കൊടുക്കരുത്. ഒന്നും കൊടുക്കരുത്. കൊടുക്കാതിരിക്കുമ്പോ പാൽപ്പൊടി കിട്ടും. അതങ്ങനെ കറന്നാണ് എടുക്കുന്നത്? അല്ലല്ല, പിന്നെ നമ്മൾ മുഖത്തുന്ന പൗഡർ എങ്ങനെയാണ് എടുക്കുന്നത്? അതേപോലെ അകിടി ഇങ്ങനെ കുടഞ്ഞെടുക്കണം. നിങ്ങൾക്കൊരു സിൻഡിക്കേറ്റ് പശു ഉണ്ടായിരുന്നല്ലോ ഇവിടെ. സിൻഡിക്കേറ്റ് ബാങ്ക് അല്ലേ? അല്ല, സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു പശു ഇവിടെ ഇല്ലായിരുന്നോ?